ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മെയിൽ നടത്തേണ്ട എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് സെപ്റ്റംബറിലാക്കിയിട്ടുണ്ട്. അപ്പം ആ എക്സാമിൻ്റെ ഇലക്ട്രീഷ്യൻ എക്സാംസിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ് നമ്മുടെ ടെലഗ്രാമിൽ. അപ്പം ജോയിൻ ചെയ്യാത്തവർ ഇനിയും ജോയിൻ ചെയ്യുക. നമ്മൾ മൊഡ്യൂൾ 2 വരെ ആയിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ബേസിക് ഇലക്ട്രിക്കലായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2016 ചോദിച്ച ഇലക്ട്രീഷ്യൻ്റെ ഒരു 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് എ ഡാഷ്. എന്താണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് വെച്ചാൽ? കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് എ സ്ക്വയർ വേവ് ഓസിലേറ്റർ ആണോ, സൈനസോഡൽ ഓസിലേറ്റർ ആണോ, നോൺ സൈനസോഡൽ ഓസിലേറ്റർ ആണോ, സൗണ്ട് ജനറേറ്റർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. ഫാരഡേസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തിന് പ്രൊപ്പോർഷണലാണ്? എന്തിനാണ് പ്രൊപ്പോർഷണൽ? മാക്സിമം ഫ്ലക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്, ടൈം, ഫ്ലക്സ് ഡെൻസിറ്റി. ഫാരഡേസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിനാണ് പ്രൊപ്പോർഷണലായിട്ട് ഉള്ളത്. ഓക്കെ. അത് തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ ഓ ആൻ ഈസ് ഡാഷ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ഏതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറ്റ് ഈസ് എ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. മനസ്സിലായോ? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇ എം എഫ് ഇക്വേഷൻ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ്. ഇ എം എഫ് ഇക്വേഷൻ എന്താണ് ഈ ഡി സി ജനറേറ്ററിൻ്റെ? ഇതിലൊന്നുമില്ല ഇ എം എഫ് ഇക്വേഷൻ, നൺ ഓഫ് ദി എബോ ആണ്. നിങ്ങൾ ഇ എം എഫ് ഇക്വേഷൻ, ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്പീഡ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഇതിന് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇല്ല. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനെ നമുക്ക് എന്ത് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. പക്ഷേ സ്പീഡ് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് വെൻ ദ ലോഡ് ഈസ് വെരി ഫാർ എവേ ഫ്രം ദി ജനറേറ്റർ. ഏത് ടൈപ്പ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഈസ് വെരി ഫാർ എവേ ഫ്രം ദി ജനറേറ്റർ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ലോഡ് ഏതാണ്? ലോഡല്ല, ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ഓവർ കോമ്പൗണ്ടഡ് ആണ്. ഏതാണ്? ഓവർ കോമ്പൗണ്ടഡ് ആണ്. അടുത്ത സെവൻത് ക്വസ്റ്റ്യൻ, പിച്ച് ഓഫ് ലാപ്പ് വൈൻഡിങ്. നമുക്കറിയാം, നമുക്ക് വൈൻഡിങ്ങിൻ്റെ സെക്ഷനിൽ ഒക്കെ ഇലക്ട്രിക്കൽ വൈൻഡറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പിച്ച് ഓഫ് ലാപ്പ് വൈൻഡിങ്. 2 ടൈപ്സ് ഓഫ് വൈൻഡിങ് ഉണ്ട്. ലാപ്പ് വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൽ ലാപ്പ് വൈൻഡിങ്ങിലെ പിച്ച് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇക്വേഷൻ എന്താണ്? വൈ ബി മൈനസ് വൈ എഫ്. വൈ ബി എന്ന് പറയുമ്പോൾ ബാക്ക് പിച്ച് മൈനസ് ഫ്രണ്ട് പിച്ച്, അതാണ്. ഓക്കെ. ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ. അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്ന ഏതിലാണ്? KVAയിലാണ് ട്രാൻസ്ഫോമർ റേറ്റഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ട്രാൻസ്ഫോമർ I1/I2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡാഷ്. ഒരു ട്രാൻസ്ഫോമറിൽ I1/I2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് ഈക്വൽ ആണ്? ഇസ് ഈക്വൽ ടു E2/E1 ആണ്. E2/EMF അല്ല, E2/E1 ആണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ, ടേൺസ് റേഷ്യോ ഓഫ് ഐസൊലേഷൻ ഓർ 1:1 ട്രാൻസ്ഫോമർ. ഒരു 1:1 ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എന്താണ്? അപ്പോൾ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ നമ്മളിത് പഠിക്കും. എന്താണ് 1:1 അല്ലെങ്കിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1 ആണ്. 1:1 ഐസൊലേഷൻ 1:1 ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത 11th ക്വസ്റ്റ്യൻ, ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസിന് ഒരു ഫോർമുലയുണ്ട്, WH ഈക്വൽ ടു. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഫോർമുല? WHൻ്റെ KH B max F വാട്ടാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഫോർമുല. C ആണ് ആൻസർ. അടുത്ത 12th ക്വസ്റ്റ്യൻ, ക്ലാസ് 0.1 ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് ഡാഷ്. എന്താണ്? പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. 12th ക്വസ്റ്റ്യൻ. അടുത്ത 13th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമ്മളത് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ഒരു മൊഡ്യൂളിൽ നമ്മളിത് പഠിക്കും, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ. ഇതിൽ ഏതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആയി വരുന്നത്? ടാൻജൻറ്റ് ഗാലനോമീറ്റർ ആണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് ആയി വരുന്നത്. അടുത്ത 14th ക്വസ്റ്റ്യൻ, ഇഫ് ദ പോയിൻ്റർ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് മൂവ്സ് ക്വിക്ക്ലി ടു ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ, ഇറ്റ് ഈസ് ഡാഷ്.
ഇത് നമ്മുടെ മെഷർമെൻറ്റ്സിൽ വരുന്നതാണ്. ഇഫ് എ പോയിൻ്റർ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പോയിൻ്റർ മൂവ്സ് ക്വിക്ക്ലി ടു ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ ആണെങ്കിൽ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് എന്താ? ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയും. എന്താണ്? ക്രിട്ടിക്കലി ഡാംഡ്. അത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ. പവർ ഫാക്ടറിൻ്റെ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? KW ഡിവൈഡ് ബൈ KVA ആണ് പവർ ഫാക്ടറിൻ്റെ ഫോർമുല. അടുത്ത 16th ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് Z/R എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ റേഷ്യോ ആണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടർ ആണ്. റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടർ ആണ് Z/R എന്ന് പറയുന്നത്. ഇമ്പിഡൻസ് ഒക്കെ വരുന്നത് റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടർ. അടുത്ത 17th ക്വസ്റ്റ്യൻ, PIC ഈസ് ദ പാർട്ട് ഓഫ്. എന്തിൻ്റെ പാർട്ടാണ് PIC ഈസ് ദ പാർട്ട് ഓഫ് എന്താണ്? ഡിജിറ്റൽ എനർജി മീറ്റർ ആണ്. ഓക്കെ. അടുത്ത 18th ക്വസ്റ്റ്യൻ, ടോങ് ടെസ്റ്റർ ഈസ് യൂസ് ടു മെഷർ. എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത 19th ക്വസ്റ്റ്യൻ, അത് ഇലക്ട്രോണിക് സെക്ഷനിൽ വരുന്നതാണ്. കളക്റ്റഡ് കറണ്ട് IC ഓഫ് BJT എന്ന് പറയുമ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതിൽ നമുക്കറിയാം എമിറ്റർ കറണ്ട് ഉണ്ട്, കളക്റ്റർ കറണ്ട് ഉണ്ട്, ബേസ് കറണ്ട് ഉണ്ട്. അതിൽ കളക്റ്റർ കറണ്ട് ICക്ക് ഒരു ഫോർമുലയുണ്ട്. എന്താണ് ഫോർമുല? IE മൈനസ് IB ആണ്. എമിറ്റർ കറണ്ട് മൈനസ് ബേസ് കറണ്ട് ആണ് ICയുടെ ഫോർമുല. ഓക്കെ. അടുത്ത 20th ക്വസ്റ്റ്യൻ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് എന്താണ്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. D ആണ് ആൻസർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അടുത്ത 21th ക്വസ്റ്റ്യൻ, കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ ഈസ് ഡാഷ്. ഇപ്പം കോമൺ ബേസ് ആംപ്ലിഫയറിൽ നമ്മൾ കോമൺ ബേസ്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒക്കെ പഠിക്കാനുണ്ട്. അതിലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ എന്താണ്? കറണ്ട് ഗെയിൻ കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ഓൾവേസ് എന്താണ്? ലെസ് ദാൻ 1. അടുത്ത 22 ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഈസ്. ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫ്രീക്വൻസി എന്താണ്? റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫ്രീക്വൻസി എന്താണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. B എന്താണ്? സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറണ്ട് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് എന്താണ്? സ്റ്റേറ്റർ കറണ്ട് ആണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത മോട്ടർ ഇതിൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ്? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. C ആണ് ആൻസർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ചാർജിൻ്റെ ഫോർമുല നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നതാണ്. എന്താണ്? Q ഈക്വൽ ടു I ഇൻറ്റു T. 24 D ആണ് ആൻസർ. I കറണ്ട്, T ടൈം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് റോങ് അബൌട്ട് ദി സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ ബൈ ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. അതായത് ഒരു DC ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്. അതിൽ ഫീൽഡ് കൺട്രോൾ മെത്തേഡിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? സ്പീഡ് കനോട്ട് ബി വേരീഡ് എബോ നോർമൽ സ്പീഡ്. അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. സ്പീഡ് കനോട്ട് ബി വേരീഡ് എബോ നോർമൽ സ്പീഡ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ. ഈ താഴെ തന്നിരിക്കുന്നത് അതായത് ഇതിൽ ഏതാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ ആണെന്ന്? ഏതാണ്? ഇറ്റ് ഈസ് സിങ്ക്രണസ് മോട്ടറാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ. കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ ഏതാണ്? സിങ്ക്രണസ് മോട്ടർ. ഓക്കെ. യൂണിറ്റ് ഓഫ് എംഎംഎഫിൻ്റെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. നമ്മുടെ EMFന് ഇക്വലൻ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് MMF വരുന്നത്. ഇതിൽ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് ആണ് യൂണിറ്റ്. ആംബിയർ ടേൺസ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്. ഇത് നമ്മുടെ സെൽസിൻ്റെ സെക്ഷന് വരുന്നതാണ്. നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുണ്ട് ടൈപ്സ് ഓഫ് സെൽസ് ഒക്കെ. അതിൽ വരുന്നതാണ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എന്താണ് നെഗറ്റീവ് പ്ലേറ്റ്? എന്താണ്? 28 D ആണ് ആൻസർ. സ്പോഞ്ചി ലെഡ് ആണ്. എന്താണ്? സ്പോഞ്ചി ലെഡ്. ഓക്കെ. അടുത്ത 29 ക്വസ്റ്റ്യൻ, ആസ് പെർ IE റൂൾ അനുസരിച്ച് ദ ലീക്കേജ് കറണ്ട് ഇൻ ആൻ ഇൻസ്റ്റോളേഷൻ ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പാർട്ട് ഓഫ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ഇൻസ്റ്റലേഷൻ. IE റൂൾ പ്രകാരം ദ ലീക്കേജ് കറണ്ട് ഇൻ ആൻ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പാർട്ട് ഓഫ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ഇൻസ്റ്റലേഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1/5000 ആണ്. അത്രയും പാർട്ട് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ഇൻസ്റ്റലേഷൻ ആണ്. ഓക്കെ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല. എന്താണ് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല? എന്താണ്? കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്ത 31st ക്വസ്റ്റ്യൻ,
പെർമിയൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡാഷ്. എന്തിൻ്റെ റെസിപ്രോക്കലാണ് പെർമിയൻസ് എന്ന് പറയുന്നത്? റിലക്റ്റൻസ്. എന്താണ്? പെർമിയൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. അടുത്ത 32 ക്വസ്റ്റ്യൻ. എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇ ഈക്വൽ ടു, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇൻഡക്ടറിൻ്റെ എനർജി സ്റ്റോർഡിൻ്റെ ഫോർമുലയാണ് എന്താണ്? ഇ ഈക്വൽ ടു ഹാഫ് എന്താണ്? ഹാഫ് LI². ഹാഫ് LI². അടുത്ത 33. ദ ആംബിയർ അവർ എഫിഷ്യൻസി ഓഫ് ലെഡ് ആസിഡ് സെൽ. ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ആംബിയർ അവർ എഫിഷ്യൻസി നോർമലി ഇൻ ദ റേഞ്ച് ഓഫ്, എന്തിൻ്റെ റേഞ്ചിലാണ് വരുന്നത്? എന്താണ്? ദ റേഞ്ച് ഓഫ് 90 to 95% ആണ്. ഓക്കെ, 90 to 95% ആണ് നമ്മുടെ ആംബിയർ അവർ എഫിഷ്യൻസി ഓഫ് ലെഡ് ആസിഡ് സെല്ല്. ഓക്കെ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇതിൽ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? ഇതും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മെഗർ ഉപയോഗിച്ചാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ദർ ഇസ് നോ കൺട്രോൾ സ്പ്രിങ് ഇൻ, ഏതിലാണ് നമ്മുടെ കൺട്രോൾ സ്പ്രിങ് ഇല്ല? ദർ ഇസ് നോ കൺട്രോൾ സ്പ്രിങ് ഇൻ ഇൻഡക്ഷൻ എനർജി മീറ്റർ ആണ്. ഇതിലാണ് ഇൻഡക്ഷൻ എനർജി മീറ്റർ. 36th ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ്. ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇയുടെ സ്റ്റാൻഡേർഡ് ഫോം ഏതാണ്? EM sin 2πft ആണ്. ഓക്കെ. അടുത്ത 37th ക്വസ്റ്റ്യൻ. A sine wave has an angular frequency of 100 pi radian per second. Its frequency is. ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസിയും നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി സൈൻ വേവിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അതിന് ആൻസർ വരുമ്പോൾ 100 Hz വരും. ഓക്കെ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ്. അത് 38 ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് സ്ലിപ്പിന് ഒരു ഫോർമുലയുണ്ട്. എന്താണ്? NS മൈനസ് N ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 ആണ് സ്ലിപ്പിൻ്റെ ഫോർമുല. സ്ട്രേ ലോസസ് എന്തൊക്കെയാണ്? സ്ട്രേ ലോസസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസസിനെയാണ് സ്ട്രേ ലോസസ് എന്ന് പറയുന്നത്. 40 ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമർ ഗീവ്സ് മാക്സിമം എഫിഷ്യൻസി വെൻ. എപ്പോഴാണ് ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസി കാണിക്കുന്നത്? വെൻ എന്താണ്? നമ്മുടെ കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ്, ആ ഒരു കണ്ടീഷനിലാണ് ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത 41. ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഈസ്. എന്താണ് ഓൾ ഡേ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല? ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ കിലോവാട്ട് അവർ ആണ്. അതാണ് ഫോർമുല. ഓക്കെ. അടുത്ത 42 ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 1000 പ്രൈമറി ടേൺസ് ആൻഡ് 1600 സെക്കൻഡറി ടേൺസ്. വാട്ട് ഇസ് ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ഇഫ് പ്രൈമറി വോൾട്ടേജ് ഇസ് 250 വോൾട്ട്? നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്, ടേൺസ് ഒക്കെ വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. N2/N1 ഈക്വൽ ടു, അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E1/E2 അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക. ആ ഇക്വേഷൻ ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ എത്ര കിട്ടും? 400 വോൾട്ട് എന്നൊരു ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. സിങ്കർണസ് സ്പീഡ് ഈസ്. എന്താണ് സിങ്കർണസ് സ്പീഡ് കാണാനുള്ള ഫോർമുല? 120F/P. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒന്നേ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കാണും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കാണും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഏതാണ് ഇതിൻ്റെ ആൻസർ? സിലിക്കൺ. 44A. സിലിക്കൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The secondary of a current transformer must be connected to an ammeter or must be short circuited in order to avoid. അതായത് സെക്കൻഡറി, ഒരു കറണ്ട് ട്രാൻസ്ഫോമറിന് സെക്കൻഡറി നമ്മൾ അമ്മീറ്ററിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്തത് എന്തിനു വേണ്ടി? എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്? ഇതിനെല്ലാം, അതായത് ഹൈ സെക്കൻഡറി EMF അവോയ്ഡ് ചെയ്യാനും, ഇൻക്രീസ് ഇൻ അയൺ ലോസ് അവോയ്ഡ് ചെയ്യാനും, ഈ എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദി കോർ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. ഓൾ ഓഫ് ദി എബോവ് ആൻസർ. അടുത്ത 46th ക്വസ്റ്റ്യൻ. റോട്ടർ സ്പീഡ് ഓഫ് 3 phase 4 pole 50 Hz ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ സ്പീഡ് എത്രയാണ്? 1440 RPM. ഫോർമുല വെച്ച് നോക്കുക, എത്രയാണ് ആൻസർ കിട്ടുന്നത്. 47. ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 25 degree Celsius ഇസ് ഡാഷ്. ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ 25 degree Celsius ഇസ് ഡാഷ്. എത്രയാണ്? നമ്മുടെ ആൻസർ വരുന്നത് C, 0.7 വോൾട്ട് ആണ്. 0.7 വോൾട്ട്. പവർ റേറ്റിംഗ് ഓഫ് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പവർ റേറ്റിംഗ് എന്തിൻ്റെ റേഞ്ചിൽ വരും? ഈസ് എന്താണ്? ലോ റേറ്റിംഗ് <2 watt ആണ്. <2 watt. കൺവേർട്ട് ഡെസിമൽ 9 to ബൈനറി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സെക്ഷൻ എത്തുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എങ്ങനെ ബൈനറി ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം, പിന്നെ ഡെസിമലിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർഷനൊക്കെ പഠിച്ചോണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക, 1001 ആണ് ആൻസർ കിട്ടുന്നത്. ബൂളിയൻ എക്സ്പ്രഷൻ ഓഫ് ഓർ ഗേറ്റ്. ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഓർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഏതാണ്? y = a+b ആണ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ ഓഫ് ഓർ ഗേറ്റ്. അപ്പോൾ ഇതൊരു 50 ക്വസ്റ്റ്യൻ, ബാക്കി 50 ക്വസ്റ്റ്യൻ നാളെ ഡിസ്കസ് ചെയ്യാം.
അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആ തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ വീണ്ടും ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മുടെ ഫീസൊക്കെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയൊരു ചാൻസാണ് സെപ്റ്റംബറിലെ എക്സാം. അപ്പോൾ ആ ഒരു മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.